ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആമസോണിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ടീഷർട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 ടീഷർട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡെനിം ജാക്കറ്റും കൂടി ഉണ്ട്. അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകുന്നതിന് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് ഈ ഒരു കോംബോ ടീഷർട്ട് പാക്കാണ് കേട്ടോ. ഇത് അടിപൊളി കോംബോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിനകത്തൊരു കണ്ട ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ലാവണ്ടർ ഷെയ്ഡ്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡും ഏകദേശം ആ ഒരു കളറാണ്. അതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റാണ് ഇത് കേട്ടോ. പിന്നെ വൈറ്റ് ടീഷർട്ട് ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് കൊളാബറേഷൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വൈറ്റിൽ ചെയ്യാൻ കൂടുതൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും വൈറ്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് എടുത്തത് കേട്ടോ. വൈറ്റ് ടീഷർട്ട് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് എടുത്തത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ടീഷർട്ടാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മീഡിയം സൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്തോ ഞാനിത് ഇട്ടിട്ടുള്ളത് ഞാൻ സൈഡിൽ കാണിക്കാമേ. ഇതാണ് ഫസ്റ്റത്തെ ടീഷർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് വൈറ്റ് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആമസോൺ ബ്രാൻഡിന്റെ സിമ്പിൾ വുമൺ ടീഷർട്ടാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അതുപോലെ തന്നെ വേറെ കളർ കോമ്പോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 359 രൂപയാണ് കേട്ടോ. ഈ ഒരു കോംബോ പാക്കിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ടീഷർട്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടീഷർട്ട് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. ഇത് വൈറ്റിൽ തന്നെയാണ്. വൈറ്റിൽ കുറച്ച് എന്താ കോഫി ബ്രൗൺ ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിപ്പം ഉണ്ടാവും അത്. കണ്ടോ, ഇതാണ് നെക്സ്റ്റ് ടീഷർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ജൂൺബെറി കോട്ടൺ റെഗുലർ ഫിറ്റ് പ്രിന്റഡ് ഹാഫ് സ്ലീവ്സ് ടീഷർട്ടാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 299 രൂപയാണ് കേട്ടോ. ഈ ഒരു ടീഷർട്ടിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ അല്ലെങ്കിൽ വീഡിയോ സൈഡിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ടീഷർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തേർഡ് വൺ ഏതാന്ന് നോക്കാം കേട്ടോ. തേർഡ് വൺ വരുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതാണ് തേർഡ് വൺ വരുന്നത്. ഇതിൽ നമുക്കൊരു എന്താ നല്ലൊരു പിങ്ക് കളർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എന്താ ഫ്ലൂറസെന്റ് ഗ്രീൻ കളർ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ കളർ ഉണ്ട്. എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കോംബോ കളറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കണ്ടോ കേട്ടോ. ഇതും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ടീഷർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് ലാർജ് ആണ്. കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി എന്താ ചെറുതായി പോകുന്നു. അപ്പോൾ ഞാനിത് ലാർജാണ് എടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു മീഡിയം തന്നെ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. കണ്ടോ, ഇത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ നമ്മുടെ എക്സാക്ട് സൈസിനേക്കാളും കുറച്ച് വലുത് ഓർഡർ ചെയ്യാനാണ് അതിനകത്ത് റിവ്യൂസ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ജൂൺബെറിയുടെ തന്നെ ടൈഡൈ ടീഷർട്ടാണ് കേട്ടോ. ഇത് ടൈഡൈ ചെയ്തിരിക്കുന്നതാണ്.
നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇടാനൊക്കെ ഇട്ട് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ അതാണ് തേർഡ് വൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 295 രൂപയാണ് ഈ ഒരു ടീഷർട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നമുക്കിനി ലാസ്റ്റത്തെ നോക്കാം. ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞത് ഡെനിം ജാക്കറ്റാണ് കേട്ടോ. നേരത്തെ പറഞ്ഞു ഡെനിം ജാക്കറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു ഡെനിം ജാക്കറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെനിം ജാക്കറ്റ്. അപ്പോൾ ഇത് നല്ലൊരു എന്താ ഡെനിം ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കളറാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ സ്ലീവാണ് ഈ ഒരു ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഉണ്ടോ. ഇത് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിടാം. പിന്നെ ഇത് മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ, ലൂസോ ടൈറ്റോ അങ്ങനെ ഒന്നുമില്ല, കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ഡെനിം ജാക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കാണിക്കുന്നില്ല, ബാക്കി ടീഷർട്ടൊക്കെ ഞാൻ ഇട്ട് കാണിക്കും. ഡെനിം ജാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 299 രൂപയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് ഫണ്ടേ ഫാഷൻ ഫുൾ സ്ലീവ് ബ്ലൂ സോളിഡ് വുമൺ ഡെനിം ജാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ജാക്കറ്റാണ്. നല്ല അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനത്തെ ഡ്രസ്സ് കാണുമ്പോൾ ചിലപ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. എനിക്കത് ഇഷ്ടമാണ് സ്ലീവ്ലെസ് ഡ്രസ്സ്. ചില ഡ്രസ്സിലൊക്കെ നമുക്ക് കാണാൻ നല്ല ഇഷ്ടം, പക്ഷേ സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഇടാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡെനിം ജാക്കറ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് ഇടാം. അപ്പോൾ അതിന് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് ടീഷർട്ട്, ഒരു 3-4 ടീഷർട്ടും ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.